ഇന്ന് നമ്മൾ വാക്സ് മ്യൂസിയം എല്ലാം കാണാൻ പോകും. വാഡിമി തുസൈൻസ് അങ്ങനെ എന്താ അതിൻ്റെ പേര്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാൻ പോവാ. ട്രെയിൻ വരുന്നുണ്ട്. അല്ല, ഈ ട്രെയിനല്ല നമുക്ക് പോകേണ്ട വേറെ ട്രെയിനാണ്. വന്ദേ ഭാരതൊക്കെ ഒരു വലിയിരിക്കാൻ തോന്നുന്നില്ലേ? വന്ദേ ഭാരതിന് ഈ ഒരു ലുക്കൊക്കെ ഇല്ലേ ഇപ്പം? ലണ്ടനിലെ അല്ലെങ്കിൽ യുകെയിലെ ട്രെയിനാണ് ഇതൊക്കെ. ഇത്രയേ ഉള്ളൂ കേട്ടോ നീളമൊക്കെ. വന്ദേ ഭാരതമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അകത്തൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ, നല്ല സുഖമായിരിക്കാൻ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിലേക്കൂട്ട് തന്നെ ടീച്ചർ പണിഞ്ഞല്ലേ, വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ അവരിപ്പം കുറച്ചുകൂടെ മോഡേണൊക്കെ ആയിട്ടുണ്ട്. പഴയ സാധനമുണ്ട്, പുതിയ സാധനമുണ്ട്. ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ചെയ്ത പോലെയൊക്കെ ഇരിക്കുന്നില്ലേ കണ്ടിട്ട്? വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചുകൂടെ ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ടോ, അത്രയേ ഉള്ളൂ. ഇലക്ട്രിക്കാണ്. പാടങ്ങളുടെ നടുക്കൂടാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. ഈ പാടങ്ങളുടെ നടുക്കൂടാണ് മിക്കവാറും റെയിൽവേയും ഹൈവേയും എല്ലാം പോകുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. ഇത് നമ്മൾ ലണ്ടനിൽ ചെന്നതിന് ശേഷം നമ്മൾ വാഡിമി തുസൈൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിവർപൂൾ സ്ട്രീറ്റ് ചെയ്ത് ബേക്കർ സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. അതിലേക്ക് നമ്മൾ ട്യൂബ് എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്, എനിക്കറിയില്ല. എന്തായാലും നമ്മൾ പെട്ടെന്ന് ചാടി കയറി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കാണിച്ചാൽ മതി. അല്ലാതെ പ്രത്യേകം ടിക്കറ്റ് ഒന്നുമില്ല. കൗണ്ടറിൽ നമ്മൾ കയറി പോകുമല്ലോ, അവിടെ ചെന്നിട്ട് കാർഡ് കാണിക്കുക, ടിക്കറ്റായി അത് കയറുക. ഇറങ്ങുമ്പോഴും ഇത് കാർഡ് കാണിക്കുക. അവിടെ നിന്ന് ഇറങ്ങിയ അവിടെ നേരെ ചെല്ലുമ്പം കാണുന്നത് ഈ വാഡിമി തുസൈൻസ് എന്ന് പറയുന്ന ബിൽഡിങ്ങാണ്. അതിനടുത്ത് തൊട്ടടുത്ത് നമ്മൾ 12 മണിക്കത്തെ ഷോയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 12 മണിക്ക് തന്നെ കയറണം. നമ്മൾ അവിടെ ചെത്തുമ്പോൾ 12 മണിയായി. കറക്റ്റ് 12 മണിക്ക് അവിടെ ചെന്നു. അപ്പം ഇത് കണ്ടോ, ഇതിനകത്തോട്ട് നമ്മളിനി കയറുക. അതിനകത്ത് കയറുന്നതിന് മുമ്പ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ബാഗൊക്കെ ചെക്ക് ചെയ്യും. ട്രോളിയൊക്കെ നമ്മൾ അവിടെ കൊടുക്കണം. കോർണറിൽ ട്രോളി അലൗഡല്ല അതിനകത്ത്. ഭയങ്കര കാറ്റായിരുന്നു എന്ന് വെച്ചാൽ. ഇത് അതിൻ്റെ തൊട്ട് മുൻവശമാണ്. ഇവിടെ ക്യൂ നിൽക്കുക ആൾക്കാരുണ്ടോ? ആ കാണുന്നതാണ് സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഈ ക്യൂവിൽ നിന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ. എല്ലാം ഈ ടൈമിങ് ബുക്ക് ചെയ്തവരാ. പിന്നെ നമ്മുടെ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും കയറുന്നതിന് തൊട്ട് മുമ്പ്. അവിടെ ഈ എക്സ്റേ മെഷീൻ അതൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പിലൊരു തട്ടുകടയുണ്ട്. അവിടെ ഫുഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും വാങ്ങിക്കാനുള്ള സമയമില്ല. എല്ലാം വിദേശികളാണ് കൂടുതൽ ഇവിടെ കാണാൻ വരുന്നത്. ഇതിനകത്ത് കയറുന്നതിന് എനിക്കൊന്ന് 45 പൗണ്ടോ മറ്റാണ് പെർ ഹെഡ്. പിള്ളേർക്കും ടിക്കറ്റ് ഉണ്ട്. പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. ബാഗും എല്ലാം ചെക്ക് ചെയ്യും. ബാഗൊന്നും ഇല്ലാത്തവർക്ക് അല്ലാതെ കയറി പോകാം, കുഴപ്പമില്ല. ഇതിനകത്തോട്ട് കയറുകയാണ്. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഫുൾ തിരക്കാണ്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ഇവിടെ നിൽക്കുമ്പോൾ അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ഫോട്ടോ എടുത്ത് തന്നിട്ട് അവരൊരു കാർഡ് തരും, ഒരു ബാർകോഡുള്ളത്. ഇറങ്ങി പോകാൻ നേരം നമുക്കത് പേ ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് തിരക്ക് കേട്ടോ. സത്യത്തിൽ നടന്ന് ഞാൻ മടുത്തുപോയി. പിള്ളേർ അതിനെക്കാട്ടി മടുത്തുപോയി. ആദ്യം കയറിയപ്പോൾ വിചാരിച്ച് കുറച്ച് സ്റ്റാച്യൂസൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇതുവഴി നമ്മൾ മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ കയറുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പ്രതിമകൾ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ജീവനുള്ള പോലെ തോന്നും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ ആളുകളൊക്കെ അവിടെ ഇവിടെ മാറിയൊക്കെ നിൽക്കുമ്പോഴേ ഇത് കണ്ട ഒരു സ്റ്റാച്യു ആണ്. ഇതൊക്കെ നമ്മൾ സ്റ്റാച്യു ആണ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ ആളുകൾ മാറി. ഞാൻ പലവട്ടം മൊബൈലൊക്കെ നോക്കുമ്പോഴേ അനങ്ങാതെ നിൽക്കുമ്പോൾ ചേട്ടാ ഇത് മനുഷ്യനാണോ പ്രതിമയാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ സൂക്ഷിച്ച് നോക്കി നിന്ന് പോയിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക്, കാരണം ഇത് മൊത്തത്തിൽ പ്രതിമയും ഇതും എല്ലാം കൂടെ കണ്ട് നമ്മൾ ആകെ അങ്ങ് കൺഫ്യൂഷനായി പോകും. അതിന് പിന്നെ ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിമ ഇതുണ്ടോ, നമ്മളാരും ശ്രദ്ധിക്കത്തില്ല. ഒരാളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് തോന്നും. പക്ഷേ ക്യാമറയൊക്കെ ഒറിജിനലാണ്. ആ പ്രതിമയും അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ വിചാരിക്കും അവിടെ ആരോ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഓരോ പ്രതിമയുടെ അടുത്ത് അത് ആരാണെന്നും എന്തുകൊണ്ടാണ് ആ പ്രതിമ സെലക്ട് ചെയ്തതെന്നും ഒക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിരക്കിനിടയ്ക്ക് ഇതൊന്നും നമുക്ക് സമയമില്ല. ആരാ എന്തോ നമ്മൾക്കങ്ങ് വെപ്രാളമായിരിക്കും അതോട്ട് കയറിയിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. കാരണം അവിടെ ആളുകൾ ക്യൂ നിൽക്കുമോ ഫോട്ടോ എടുക്കാനായിട്ട്. ഇതിലെല്ലാം നമുക്ക് തൊടാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമുക്ക് ഈ പ്രതിമയിലൊന്നും തൊടാനൊന്നും അനുവാദമൊന്നും ഇല്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് തൊടാൻ, കൈയിട്ട് നിൽക്കാം, കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം. പക്ഷെ ഞാൻ ഈ പ്രതിമകൾ പലതും നോക്കി
എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. രോമമൊക്കെ ഒറിജിനലാണ്, ഉടുപ്പ് ഒറിജിനലാണ്, പിന്നെ ബോഡി എല്ലാം ശരിക്കും ഒരു കുഴപ്പമില്ല ആളുകൾ ഇത്രയും ടച്ച് ചെയ്തിട്ടുമൊക്കെ. ഇതൊക്കെ പിന്നെ പല നമ്മളെ ഇന്ത്യൻ സിനിമാ നടികളും ഇവരൊക്കെ ഉണ്ട് കേട്ടോ. സച്ചിനുണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കായി. എനിക്ക് സത്യത്തിൽ ഇവരെ ഒന്നും പേര് പോലും അറിയത്തില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികൾ, പക്ഷേ എനിക്ക് പറയുന്ന പേര് ഓർമ്മയില്ല. പക്ഷേ നിങ്ങൾ പിന്നീട് പോസ്റ്റ് നിർത്തി നോക്കി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. പല എല്ലാം പ്രശസ്തരായ വ്യക്തികളാണ്. ഈ മാഡം ടുസോൺസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1805 മറ്റോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഫ്രഞ്ച് കലാകാരിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവർ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ വാക്സ് പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് ഇംഗ്ലണ്ടിൽ മുഴുവൻ അവർ സഞ്ചരിച്ചു. അങ്ങനെ പിന്നീട് അവർ സ്ഥിരമായിട്ടുണ്ടാക്കിയാണ് ഈ 1805 ലണ്ടനിൽ ഈ മാഡം ടുസോൺസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ്, ഈ എന്താ പറയുക, ഈ ആർട്ട് ഗാലറി ഇതുപോലെ ഉണ്ടാക്കി. പിന്നീട് അത് എനിക്കൊന്ന് സക്സസ് ആയി. ഇപ്പം അത് പല രാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയ, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണ് ഈ മാഡം ടുസോൺസ് മാഡം ടുസോൺസ് ആണ് ഈ സാധനം ഉണ്ടാക്കിയത്, അവരുടെ പേരാണ് അത്. അപ്പം ഇതിപ്പം ഭയങ്കര ഫേമസ് ആണ് ഇവിടെ, എല്ലാവരും വരുമ്പം കാണുന്ന സാധനമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളാണ്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിച്ച്, എല്ലാം ജീവിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ ജീവിച്ച ഈ പ്രശസ്തരായ വ്യക്തികൾ മാത്രമാണ്. അതുപോലെ അത് മാത്രമല്ല, പിന്നെ കാർട്ടൂണുകൾ, വിജയിച്ച കാർട്ടൂണുകളിലെ കഥാപാത്രങ്ങളും മാത്രമാണ് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള ഈ ദൈവങ്ങളുടെ ഒന്നും ഒരു സ്റ്റാച്ചു ഇതിനകത്തില്ല, മനുഷ്യരുടെ മാത്രമാണ്, പിന്നെ കാർട്ടൂണുകളും. അപ്പം ഇതിനകത്ത് എല്ലാം ഉണ്ട്. ലണ്ടനിലെ എൻ്റെ ഫോൺ വിളിക്കുന്ന ഫേമസ് ആയിട്ടുള്ള പെട്ടി. അപ്പോൾ ഈ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റാച്യൂസിൻ്റെയും കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. ഇത് ഷാരൂഖ് ഖാൻ, എൻ്റെ വൈഫാണ്. അപ്പം സത്യത്തിൽ നമുക്ക് അപ്പുറമുള്ള സമയം കിട്ടത്തില്ല. കാരണം ഒരാൾ മാറിയിട്ട് വേണം ഒരാൾക്ക് ഫോട്ടോ. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ മാറുമ്പോഴത്തേക്ക് നമുക്ക് കയറി പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സത്യത്തിൽ നമ്മൾ വിട്ടുപോയി. എടുക്കാത്തതുണ്ട്, ഒരുപാട് ഫോട്ടോസ് വിട്ടുപോയതുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ കാണാതെ പോയ പ്രതിമകളുണ്ട്. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ അശ്രദ്ധയായിട്ട് മറന്നു പോകും. കാരണം അതിനകത്ത് കയറി കഴിയുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു വേറൊരു ലോകമാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മളങ്ങ് വെപ്രാളവും പിന്നെ ടെൻഷനും അങ്ങ് ഓട്ടമായിരിക്കും. അവിടെ ഇവിടെ എല്ലാം നിന്നങ്ങ് ഫോട്ടോ എടുക്കുക. ഇത് ഒരു ഗോറില്ല, അതൊരു ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. ഇതിൻ്റെ കണ്ണ് അനങ്ങുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ണ് അനങ്ങും, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് മേളിലോട്ടും താഴോട്ടും സൈഡിലോട്ടൊക്കെ പോകുന്നതാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം അതുപോലെ പിന്നെ ഒരുപാട് ചാർലി ചാപ്ലിൻ്റെ കൂടെ ഒന്നും ഞാൻ ഫോട്ടോ എടുത്തില്ല. പിന്നെ കാരണം പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. കാരണം നമ്മുടെ ഫോട്ടോ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, അല്ലെങ്കിൽ സെൽഫി എടുക്കണം. മൊത്തത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറി നിന്നു, വൈഫ് കയറി നിന്നു, കൊച്ചുങ്ങൾ കയറി നിന്നു. അപ്പോഴത്തേക്ക് അടുത്ത ആൾ കയറി നിൽക്കാൻ അവരിങ്ങനെ ആളുകൾ ജനക്കൂട്ടമാണ് അതിനകത്ത്. ഇത്രയും പൈസ കൊടുത്താൽ ഇത് കയറി കാണാൻ ലണ്ടനിൽ ജീവിച്ച അല്ലെങ്കിൽ വന്ന ആളുകളെ സംബന്ധിച്ച് ഒരു വട്ടമെങ്കിലും ഇത് കയറി കാണണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ അതനുസരിച്ച് അതുപോലെ ജനക്കൂട്ടമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പോകുന്നത് മിക്കവാറും സാറ്റർഡേയ്സ് സൺഡേയ്സും ആയിരിക്കും. അപ്പോൾ പൊതുവേ അന്ന് തിരക്ക് കൂടുതലുമായിരിക്കും. വർക്കിംഗ് ഡേയിലാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം തിരക്ക് കുറയുമായിരിക്കും. അപ്പം ഇതെല്ലാം സ്റ്റാച്യൂസാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റാച്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് മനുഷ്യനാണോ അതോ ശരിക്കും അതുപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് റിയലിസ്റ്റിക്കായിട്ട്. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ട സ്റ്റാച്ചു വന്ന് മനസ്സിലാകും. പക്ഷേ ചില ആൾക്കാർ കസേര ചാരി നിൽക്കുന്നത്, ഇതിപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നത്, വേറൊരെണ്ണമാണ് ഞാൻ കണ്ടിരുന്നു. അത് ഒരാൾ കസേര ചാരി നിൽക്കുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു സാധാരണ മനുഷ്യനോട് ചാരിക്കുന്നത്. കാരണം നമുക്ക് ആ വ്യക്തി അറിയത്തില്ല, അവർ ഫേമസ് ആയ ആളായിരിക്കും, പക്ഷെ നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ തോന്നിയ ഒരു ക്യാരക്ടർ അവിടെ ആയിരുന്നു. അതുപോലെ തന്നെ പല ആളുകളും അവിടെയൊക്കെ മൊബൈലൊക്കെ നോക്കുമ്പോഴേ ഞാൻ സംശയത്തോടെ ഇനി സ്റ്റാച്ചു ആണോ അതോ ഇനി ഒറിജിനലി പ്രതിമയാണോ? കാരണം ഇത് ഒറിജിനലാണ്, ഇത് ഒറിജിനലല്ല, സോറി, അത് പ്രതിമയായിരുന്നു. ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒറിജിനലാണെന്ന് തോന്നത്തുള്ളൂ. എന്താ പറയുക, സാധാരണ ഒരു മനുഷ്യൻ കസേര ചാരി നിൽക്കുമെന്ന് വിചാരിക്കേണ്ട ഇത്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പഴയ. ഇനി ഇത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോയിട്ട് അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഞാൻ വിചാരിച്ചു ഇനി ഇത്രയേ ഉള്ളെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇതിങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ എന്താ പറയുക, കടൽ പോലെ അങ്ങ് കിടക്കുക, അങ്ങ് പോവുക, നമ്മൾ താഴോട്ട് പോവുക. പിന്നെ ലണ്ടൻ്റെ ചരിത്രം പറയുന്നത്, പിന്നെ ഇത് ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു രാജ മ്യൂസിയം, എന്തോ പറയുന്നതിന്,
പാലസ് മ്യൂസിയം എന്ന് പറയത്തില്ലേ, അതിലെ ക്യാരക്ടേഴ്സാണത്. അങ്ങനെയുള്ള ആൾക്കാരുടെ, അതിപ്പോൾ നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ, പിന്നെ ഡയാന രാജകുമാരി, പിന്നെ വില്യം രാജകുമാരനോ, പിന്നെ ഇവിടുത്തെ രാജകുമാരന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ഡയാനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഡയാനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ മതി. എന്താ തിരക്കെന്നറിയാം അവിടെ. ഡയാനയുടെ അടുത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഞാനും പോയി നിന്നെടുത്ത് ഡയാനയുടെ കൂടെ നിന്ന് ഫോട്ടോ. പിന്നെ ഈ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോസുണ്ട്. അപ്പം ഞാനത് ഇതിൻ്റെ അവസാനത്തെ ഭാഗം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോയുടെ അവസാന ഭാഗം ഫോട്ടോകൾ. കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതെല്ലാം ഒറിജിനലായിട്ടുള്ള പ്രതിമകളാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് നമുക്ക് തോന്നുന്നു പെട്ടെന്ന്. കാരണം ഇത് വെച്ചിരിക്കുന്ന പോലും ഒരു പില്ലറിൻ്റെ സൈഡിൽ. അപ്പോൾ നമ്മൾ ശരിക്കും സാധാരണ ആൾക്കാർ നിൽക്കുവാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി, ഇത് ശരിക്കും ഒറിജിനലാണോ കാരണം അതിൻ്റെ റേഷ്യോ കറക്റ്റാണല്ലോ. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂഷനാവും. ഇപ്പോൾ രാജ്ഞിയുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഫോട്ടോ സർവീസ് ചെയ്യുന്നവരുണ്ടോ, ഇത് കണ്ടോ, ഇത് ആരാണെന്ന് എഴുതി വെച്ചിട്ട്. ഇതുപോലെ ഓരോ പ്രതിമയുടെ അടുത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിരക്കിനിടയ്ക്ക് നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ വിട്ടുകളയും. പിന്നെ ഇത് ഒബാമ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇത് പണ്ടത്തെ ഇതൊരു ഫ്രഞ്ച് രാജ്ഞിയോ മറ്റോ ആയിരുന്നു കേട്ടോ, എനിക്കൊന്നും പേരൊന്നും അറിയത്തില്ല. ശരിക്കും റിയലിസ്റ്റിക്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ രാജ്ഞി ആളുകളെ അഭിസംബോധന ചെയ്യുന്ന പോഡിയം എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൈയൊക്കെ വീശുമല്ലോ, ആ സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നുകൊണ്ടാണ് രാജ്ഞി പുറത്തേക്ക്, അതൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്ന പബ്ലിക്കിനെ. ഇവിടെ നിന്നുകൊണ്ടാണ് ഇത്, അതിൻ്റെ ഒരു ചെറിയ ഒരു രൂപം, അതാണ് ഇത്. അപ്പം ഈ സ്ക്വയറിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഗൂഗിളിലൊക്കെ നോക്കി നിങ്ങൾ. പിന്നെ ഇതാണ് നമ്മുടെ ഡയാന രാജകുമാരി, നമ്മുടെ സ്വന്തം. എന്താ തിരക്കെന്നറിയാം അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇതാണ്ട് നമ്മുടെ ഇവിടുത്തെ റോയൽ ഫാമിലി, ഇപ്പോഴത്തെ ചാൾസ് രാജാവ്, ക്യാമില, പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കും. ആളുകൾ ഫോട്ടോ എടുക്കാനും ക്യൂ ആണ്. ഇതിൻ്റെ കൂടെ നമ്മളിന്ന് ഫോട്ടോ എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഏരിയ കൂടെ കഴിയുമ്പോൾ ഇത് തീർന്നില്ല. പിന്നെ ആണെങ്കിൽ ഇവിടുന്ന് വേറെ ഈ ഹൊറർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടോട്ട് പോകണം. കാരണം ലണ്ടനിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ ശരിക്കുമുള്ള ഒരു പുനരാവിഷ്കാരം അവരവിടെ ചെയ്തിട്ടുണ്ട്. അത് റിയലായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളെ ആസ്പദമാക്കി കുറേ സ്റ്റാച്യൂസും ഇതൊക്കെ അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഫുള്ള് വായിക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ചാൽ ഇരുട്ടാണ്. ആ ഒരു സീന്, ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇരുട്ടാണ് ആ സീനറി മൊത്തം. വായിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കൂടുതലായിട്ടൊന്നും. പിന്നെ പുറകിലിങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യാൻ നിർബന്ധിതരാണ്, പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഒരുപാട് നേരം നിന്ന് കളയാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു 3D തിയേറ്ററുണ്ട്. പിന്നെ ആണെങ്കിൽ അതിനകത്ത് ഈ ലണ്ടൻ്റെ പഴയ ചരിത്രത്തെ നമ്മളിങ്ങനെ ടാക്സി ക്യാബ് എന്ന് പറഞ്ഞ സാധനത്തെ കയറ്റി ഇങ്ങനെ കറക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ സൈഡിലേക്ക് നമ്മൾ ചെന്നിറങ്ങും. അപ്പോൾ അതിന് ശേഷമാണ് എക്സിറ്റ് വരുന്നത്. പിന്നെ അവരുടെ ഷോപ്പ്, ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സമയം എടുക്കും. ശരിക്കും പറഞ്ഞാൽ സമയം എടുത്ത് കാണേണ്ട ഒരു സാധനമാണ്. എല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ച് പോകേണ്ടതാണ്. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അത്രയും പറ്റത്തില്ല, എങ്കിലും പരമാവധി നമ്മൾ പോകാറുണ്ട്. ഇത് ക്രൈം സീനുകളുടെ ഏരിയയിലോട്ട് നമ്മൾ കയറി. നിങ്ങളെല്ലാം ബാക്കി കണ്ടു നോക്കുക, ഞാൻ കൂടുതൽ കമൻറ്റുകളൊന്നും പറയുന്നില്ല. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് മാഡം ടുസൻസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രൊനൗൺസിയേഷനൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കണം, കളിയാക്കരുത്. കാരണം ഇത് ഭയങ്കര ഇരുട്ടായ ഭാഗം, അതുകൊണ്ടാണ് വീഡിയോയിൽ ഇരുട്ടായി പോയത്. ഓക്കെ, ശരി. നമുക്ക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, അപ്പം കറക്റ്റായിരിക്കണമെന്നില്ല. നിങ്ങൾ അറിയുന്നവർ തിരുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിതിൻ്റെ താഴെ എഴുതണം, എങ്കിലേ നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു താല്പര്യം ഇത് വരത്തുള്ളൂ. എന്തായാലും നിങ്ങൾ കമൻറ്റ് എഴുതിയാലും ഇല്ലെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് എടുത്തിടും. ഓക്കെ, അപ്പം താങ്ക് യു. ഇതൊരു മനുഷ്യനാ, കാണുന്നല്ലേ? Dr. Hawley Harvey Cricket. May Lord have mercy on you.
Holy Harvey Cricket, may Lord have mercy on your soul. Clip the lady's ears off. I'll keep my word. I'll see you bricks up. Sì, esatto. Sono proprio attaccati. Sì. Heureusement que c'est moins de 16. Is about to lower. Please make sure that the person is seated close to you. You must keep your arms inside the door at all times. And for everyone's enjoyment, please, no flash photography. സ്പീഡിൽ പോകത്തില്ല. ഇതിനകത്ത് കുറെ കാഴ്ചകളുണ്ട്, അതെല്ലാം കണ്ടുപോവാം. You are now going back 400 years to the London of Queen Elizabeth I. To be or not to be, that is the question. The rats brought the horror of the Great Plague, and with it, death. The King of England's baker, who let the bread burn, Has been blamed for the Great Fire of London. On order of His Majesty King Charles II, Sir Christopher Wren was given the task of rebuilding St Paul's. This time, London was built in stone. From the ruins of the fire, a new cathedral arose to fill the sky with glory.
Chancellor's retainer, Lord Nelson has kept one eye on the celebrations. Queen Victoria ruled for over 60 years, giving her name the Victorian age. The spirit of London was immortalised by Charles Dickens. Part of the empire stood firm against the assault of 2 world wars. Oi, oi, oi! I'm about to take your father. Oi, oi, oi! I'm about to take your father. Oi, oi, oi! I'm about to take your father. Oi, oi, oi! I'm about to take your father. These are the sights, the sounds, the colours, and the joy of the spirit of London. That art is now about to represent. Please remember to take all your personal belongings with you. Goodbye and thank you. ഇറങ്ങിക്കോ ഇറങ്ങ. Enjoy the show. സ്റ്റാർ വാച്ചിൽ ആൾക്കാരൊക്കെ ആണ്. സ്റ്റാർ വാറിലെ Mind your head. അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത് വാങ്ങിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൂടെ നിന്നെടുത്ത ഫോട്ടോസാണ്. വീഡിയോ എടുക്കാൻ പറ്റാതെ പോയതും എടുത്തതും ഒക്കെ മിക്സാണ്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. പലതും വിട്ടുപോയതുണ്ട്, മിസ്സിങ് ആയതുണ്ട്.
നമ്മൾ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാതെ പോയതും കാണാതെ പോയതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എടുത്ത വീഡിയോ ഇത്. ഇതാണ് ആ ബിൽഡിങ്. സൈഡിലെല്ലാം ആൾക്കാർ വീണ്ടും കയറാൻ വേണ്ടി നിൽക്കുക. 3 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ അതിനകത്തേക്ക് എൻട്രൻസ്. അത് കഴിഞ്ഞിട്ട് അവർ ക്ലോസ് ചെയ്യും. 3 മണിയാണ് ലാസ്റ്റ്. അവിടുന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവാം. അവിടുന്ന് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്താൽ തിരിച്ച് നമ്മൾ ട്രെയിനിന് പോകാതെ ബസ്സിന് കയറി. എനിക്ക് തോന്നുന്നു 4, 5, 6 അങ്ങനെ എന്തോ ഒരു നമ്പറിലുള്ള ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ റീജൻറ്റ് സ്ട്രീറ്റ്, പിക്കാഡലി സർക്കസ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രീറ്റുകളിൽ കൂടി പോകുന്ന ഒരു ബസ്സായത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ കയറിയത്. പക്ഷേ എന്താ ചെയ്യാനാ, അന്നേരം മഴയും പെയ്ത് മൊത്തത്തിൽ അങ്ങ് ഇതിനകത്ത് മുഴുവൻ നീരാവി നിറഞ്ഞ് ഒന്നും കാണാനും വയ്യ. ഇപ്പോൾ റീജൻറ്റ് സ്ട്രീറ്റിൽ കൂടെ ബസ് പോവാം. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയതാണ്. ട്രാഫൽഗർ സ്ക്വയർ അങ്ങനെ ഇതിലെ ഈ സ്ക്വയറിൽ കൂടെ എല്ലാം പോകുന്ന ഒരു ബസ്സായത്. ഇതാ ട്രാഫൽഗർ സ്ക്വയറാണെന്ന് തോന്നുന്നു. അതെ. അപ്പം പക്ഷേ എന്താ ചെയ്യാനാ, ഫുൾ ബസ് നീരാവി നിറഞ്ഞു പോയി. സിഗ്നൽ എന്താ പറയുക, പിന്നെ എന്തോ ചെയ്തു, ഞങ്ങളത് കൊണ്ട് ഞങ്ങൾ വെസ്റ്റ് മിനിസ്റ്റർ അബിയിൽ ഈ ബസ്സെ കൊണ്ട് പോയിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്ത ബസ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഞങ്ങൾ ലിവർപൂൾ സ്ട്രീറ്റിലേക്കുള്ള ബസ്സിൽ കയറി. എനിക്ക് തോന്നുന്നു 26 ആണെന്ന് തോന്നുന്നു. 26 നമ്പർ 26 കയറിയിട്ട് ഞങ്ങൾ ലിവർപൂൾ സ്റ്റേഷനിലേക്കുള്ള ബസ്സിൽ കയറി. ഇത് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ 454 ആണെന്ന് തോന്നുന്നു ഈ ബസ്സിൻ്റെ നമ്പർ. ഈ ബസ് വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ബേക്കർ സ്ട്രീറ്റിൽ നിന്നാണ് ഈ ബസ്സിൽ കയറിയത്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. അവിടെ നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിക്കും ഈ ഏത് സ്ട്രീറ്റിൽ നിന്ന് ഓരോ ബസ് സ്റ്റോപ്പിനും ഓരോ നമ്പറുണ്ട്. ABCD അങ്ങനെയൊക്കെ നമ്പറുകളുണ്ട്. ഏത് സ്റ്റോപ്പിൽ നിന്നാണോ ആ സ്റ്റോപ്പിൽ കറക്റ്റായിട്ട് ബസ് ഒന്ന് നിർത്തും. അവിടെ ചെന്ന് ബസ് കയറുക. ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റാണ് ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബസ് കയറി. അപ്പോൾ ഇത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ് രാത്രിയിൽ. അവിടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ട് കേട്ടോ, 150 പൗണ്ടാണ് ഫൈൻ. ലിവർപൂൾ സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇടവഴിയിൽ ഇങ്ങനെ ഒരു ഫൈൻ എഴുതി വെച്ചേക്കുന്നത് കണ്ടത്. ഇത് ലിവർപൂൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത സ്ട്രീറ്റാണ്. അതിൻ്റെ ഫ്രണ്ടിലെ റോഡായത്. അത് ഷോപ്പിംഗ് മാളോ ഫുഡ് കോർട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അതിനോട് ചേർന്നൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നത്. ഇപ്പോൾ ലണ്ടനിലെ ഡബിൾ ഡെക്കർ ബസ്സുകളാണല്ലോ എല്ലാം. ലണ്ടനിൽ നിന്നല്ല, പൊതുവേ UK കംപ്ലീറ്റ് ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. അതും കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് കയറി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇത്രയുള്ള ഇന്നത്തെ യാത്ര. ഇനി പിന്നെ കാണാം.